ആ മച്ചാനെ, അപ്പോൾ ഇനി ഓണമൊക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ അറിയാലോ, സാധാരണ കടകളെ പോലെ നമ്മൾ സാധാരണ കച്ചവടങ്ങളൊക്കെ ആണെങ്കിലും നമ്മളാണല്ലോ ഇപ്പോൾ ചെയ്യണതൊക്കെ. ഗ്രാമപ്രദേശമായ ഈ ഭാഗത്തൊരു ചെറുകിട ഒരു പരിപാടി തുടങ്ങിയത് നിങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഈ വലിയ വലിയ ഓൺലൈൻ സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വന്നതോടുകൂടി ചെറുകിട സംരംഭകർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇത്തവണ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, വയനാടിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ആരാണ്? വ്യാപാരികളാണ്. നമുക്ക് എടുത്തു നോക്കാം. ഒരു വ്യാപാരി എടുത്തൊരു രാഷ്ട്രീയക്കാരോ ഇത് ഏത് ആയിക്കോട്ടെ, എന്ത് ഇതായിക്കോട്ടെ, ഒരു ചാരിറ്റി ആയിട്ട് ചെന്ന് എന്തെങ്കിലും ഒരു സംഭാവന തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്തു കൊടുക്കുന്ന വ്യാപാരിയാണ്. ആ വ്യാപാരികളുടെ അവസ്ഥ എന്താണ്? ഈ ഓൺലൈൻ മാർക്കറ്റുകൾ വന്നു കഴിഞ്ഞ് വളരെ ദുരിതമാണ്. ദുരിതം എന്ന് പറഞ്ഞാൽ പോലെ വളരെ ദുരിതമാണ്. കടകളെല്ലാം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ഇത്തവണയെങ്കിലും ഓണത്തിന് നിങ്ങൾ ഈ ചെറുകിട സംരംഭങ്ങളെ മറക്കരുത്. ഈ ഓണത്തിനെങ്കിലും ചെറുകിട കച്ചവടക്കാരെ നിങ്ങൾ കൈയൊഴിയരുത്. നിങ്ങൾ ജീവിക്കുന്നതോടൊപ്പം ഞങ്ങളും ജീവിച്ചോട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ ചെറുകിട കച്ചവടക്കാരുടെ ഓണാശംസകൾ.